ലെവൽ ക്രോസ്. ആസിഫ് അലി, ഷറഫുദ്ദീൻ, അമല പോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച സിനിമയാണ് ലെവൽ ക്രോസ്. 3 വ്യക്തികളുടെ ജീവിതത്തിലുണ്ടായ വ്യത്യസ്തമായ കഥയാണ് ലെവൽ ക്രോസ്. ലെവൽ ക്രോസ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റയ്ക്കുള്ള റെയിൽവേ ഗേറ്റ്. അവിടെ ആസിഫ് അലി മാത്രമേ ഉള്ളൂ. ഒരു വിജനമായ പ്രദേശം, വല്ലപ്പോഴും പാസ് ചെയ്യുന്ന ട്രെയിനുകൾ. അതിലൊരു ട്രെയിനിൽ നിന്ന് തെറിച്ച് വീണ് അവിടെ എത്തുന്ന അമല പോൾ. അങ്ങനെയാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സിനിമയിൽ ആസിഫ് അലി അടിപൊളി സൂപ്പറായിക്കണ്. ആസിഫ് അലിൻ്റെ ഭാവം, മുഖഭാവം, മൊത്തം എക്സ്പ്രഷൻസൊക്കെ വളരെ രസമുണ്ട്. ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഫേസും ഇതൊക്കെയാണ്. ആ ലുക്ക് തന്നെ ഭയങ്കര ഒരു ഭയാനകമായ ഒരു ലുക്കാണെങ്കിലും ഒരു നിഷ്കളങ്കനായ ഒരാളാണ് ആയിട്ടാണ് ആ സിനിമയിൽ വരുന്നത്. സിനിമയിൽ വയലൻസും ഉണ്ട്. ആസിഫ് അലിൻ്റെ കണ്ണുകൾ കൊണ്ടുള്ള ഒരു ചില എക്സ്പ്രഷൻസൊക്കെ കാണുമ്പോൾ PK-യിൽ ആമീർ ഖാനെ പോലൊക്കെ എനിക്ക് തോന്നിയിരുന്നു. നന്നായിട്ടുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ട് ആ സിനിമ എടുത്തേക്കണ്. പിന്നെ സിനിമയിൽ ഷറഫുദ്ദീൻ ഒരു രക്ഷയില്ല. എന്തൊരു അഭിനയം, എന്തൊരു രസമായിട്ടറിയോ ഷറഫുദ്ദീൻ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതേപോലെ തന്നെ അമല പോൾ കുറേ കാലത്തിന് ശേഷം നല്ലൊരു സിനിമയിൽ ഇത്രയും നന്നായിട്ട് അഭിനയിച്ചിട്ട് ഒരു പെർഫോമറായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇതിന് മുന്നേ വന്നതൊന്നും വളരെ അപൂർവം, ചില വലിയ അത്ര നല്ല വേഷമൊന്നും സത്യം പറഞ്ഞാൽ അമല പോളിന് വന്നിട്ടില്ല. ഇപ്പോഴാണ് കുറേ കാലത്തിന് ശേഷം ഇത്രയും നല്ല, എന്ത് രസമായിട്ടറിയോ 3 പേരും ഒന്നിനൊന്ന് ബെറ്ററായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തൊരു രസമറിയോ. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിന് പറ്റിയ രീതിയിലുള്ള ഓരോ മ്യൂസിക്കുകളൊക്കെയാണ് അതിന് കൊടുക്കുന്നത്. എന്ത് രസമായിട്ടറിയാം മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വിഷ്വൽ സൈഡ് അത് അടിപൊളിയാണ്. വിഷ്വൽ സൈഡും അടിപൊളിയാണ്. എഡിറ്റിംഗ് ആണെങ്കിലും എഡിറ്റിങ് സൂപ്പറാണ്. സിനിമ ബോറടിക്കുന്നില്ല. സിനിമ സ്ലോ ബേസ് മൂവിയാണ്, പക്ഷേ സിനിമ ഒട്ടും ബോറടിയില്ല. ശരിക്കും അവരെ സംഭാഷണവും അവരെ കാര്യങ്ങളും പിന്നെ ഒരു പ്രത്യേക വിജനമായിട്ട് എന്താ രസറിയോ. പിന്നെ സിനിമയിൽ കുറച്ച് വയലൻസ് ഉണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമൻ്റെ സ്റ്റോറിയാണ്. നല്ല സ്റ്റോറിയാണ്. നല്ല രസത്തിൽ ആ സ്റ്റോറി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ അഭിനയം ഒന്നിനൊന്ന് മികച്ചതാണ്. ഒരു കുറവ് പറയാനില്ല. 3 പേരും ഒന്നിനൊന്ന് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞ സ്ഥലത്ത് ഈ താമസിക്കുന്ന ആസിഫ് അലി വെള്ളം എടുക്കാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഒരു മലൻ്റെ അപ്പുറത്താണ്. കുറച്ച് കിലോമീറ്റർ നടക്കണം എന്ന് പറയും. ആ സ്ഥലമൊക്കെ, ആ കിണറൊക്കെ കാണുമ്പോൾ എന്തൊരു രസമറിയും. എന്ത് നന്നായിട്ടറിയാം അതിൻ്റെ അതൊക്കെ എടുത്തുള്ളത്. സിനിമൻ്റെ ക്ലൈമാക്സ് സൂപ്പറായിട്ട് നല്ല രസമുള്ള ക്ലൈമാക്സാണ്. ഈ സിനിമക്ക് വലിയ സ്റ്റോറിയൊന്നുമില്ല, ചെറിയൊരു സ്റ്റോറി ഉള്ളൂ. അത് വളരെ വൃത്തിയോടെ ഭംഗിയോടെ എടുത്തിട്ടുണ്ട്. ഈ സിനിമ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ടാണ് തോന്നിയത്. പക്ഷേ അത് മറ്റുള്ളവർക്ക് ഇതെങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സിനിമ തീർച്ചയായും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരും. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം. ബൈ.